റവല്യൂഷൻ ഇതൊക്കെ വന്നിട്ടാണ് ഈ രാജഭരണം പോയത്. ഈ ഭരണത്തെ മറിച്ചിട്ടു ജനങ്ങൾ. തിരുവിതാംകൂർ രാജാവ് എങ്ങനെ പോയി? നിങ്ങളെല്ലാം കൊച്ചിക്കാരാണ് അല്ലേ? അല്ലടോ, പട്ടിക്കാട് കൊച്ചിയിലല്ലടോ. ഇത് പട്ടിയാണ്, അതറിഞ്ഞ ഇത് പട്ടിക്കാട് എന്നതിന് പേര്. പട്ടിയുടെ കാടായി കേട്ടാ. ആ പട്ടിക്കാട് കൊച്ചിയിലായിരുന്നില്ലേ? കൊച്ചി രാജാവായിരുന്നില്ലേ? ഇക്കണ്ടവാലൂർ മന്ത്രിയായിരുന്നില്ല ഒരു കാലഘട്ടത്തില്. ആ കൊച്ചിയുടെ പോയടോ. ഇപ്പൊ കൊച്ചിയില്ല, കൊച്ചി രാജാവില്ല. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് 100 കൊല്ലം ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉയർത്തുകയില്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോ നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു. കേട്ടോ സഖാക്കളെ, നമ്മൾ വീണ്ടും വന്നു. ഇല്ലടാ, ഇവൻ എവിടെ പോയി? ഇന്ന് ഞാൻ എന്റെ സ്നേഹിതനായ ആന്റണിയെ കണ്ടു. ആന്റണി ജാഥ എപ്പോഴാണ് നയിക്കുന്നത്? 1-ാം തീയതി അവരുടെ ഒരു ജാഥ വരുന്നുണ്ട്. ഈ രാജ്യത്തിലെ വ്യവസ്ഥയെ നിലനിർത്താൻ, ഈ രാജ്യത്തെ ജമ്മിത്വത്തെ നിലനിർത്താൻ, ഈ രാജ്യത്തെ ക്രൂരമായ കൊള്ളയെയും അക്രമത്തെ നിലനിർത്താൻ ഒരു കോൺഗ്രസ് ജാഥ വരുന്നുണ്ട് കേട്ടാ. അതിന്റെ പിന്നാലെ നമ്മളും വരും കേട്ടാ. അപ്പോ നിങ്ങളത് ആലോചിക്കണം, നമ്മൾ എന്തിനു വേണ്ടിയാ സമരം ചെയ്യുന്നു? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ജാഥയ്ക്ക് വേണ്ടി മാത്രമല്ല. അതുപോലെ തന്നെ നമ്മുടെ കർഷക പ്രസ്ഥാനം ഉയർത്തെഴുന്നേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ സംഘടിപ്പിച്ചത് 5 പേരടങ്ങിയ സംഘമാണ്. ഇന്ന് ഈ മഹാലക്ഷക്കണക്കിൽ ജനങ്ങൾ എങ്ങനെ അണിനിരന്നു? 1937 കോഴിക്കോട്ട് കല്ലായി തെരുവിലെ മാളികയുടെ മുകളിൽ വെച്ചാണ് EMS-ഉം അതുപോലെ തന്നെ കെ ദാമോദരനും കൃഷ്ണപിള്ളയും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ സഖാക്കൾ അടങ്ങിയ ഒരു കമ്മിറ്റി സംഘടിപ്പിച്ചു. ഇന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ. എന്തുകൊണ്ട്? കമ്മ്യൂണിസം ഒരു ശാസ്ത്രമാണ്. ലോകത്തിൽ ആർക്കും അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. അതൊരു സയൻസാണ്, ശാസ്ത്രം. എന്താ സയൻസ്? ഈ രാജ്യത്ത് എന്നും ശാശ്വതമായി നിൽക്കുന്ന ഒരു വ്യവസ്ഥയില്ല. ആ വ്യവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിലെ തൊഴിലാളി വർഗവും കൃഷിക്കാരും അധ്വാനിക്കുന്നവരും പോരാടി മുമ്പോട്ടേക്ക് വരികയും അവന് ചൂഷണരഹിതമായൊരു വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിലേക്കും അവൻ അധ്വാനിച്ചാൽ അവൻ അവകാശം നേടിയെടുക്കുന്നതിലേക്കും മുന്നോട്ട് തന്നെ മാർച്ച് ചെയ്യും. ഈ ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ വളർന്നത്, അതുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത്. ഇനി പിന്നോക്കം പോക്കില്ല. ആന്റണി പറഞ്ഞ പോലെ ആന്റണി പിന്നോക്കം പോയി നമ്മൾ മുമ്പോട്ട് പോകും. അപ്പൊ ആ നിലയ്ക്ക് എന്തുകൊണ്ട് ഈ സയൻസ്, ഈ കമ്മ്യൂണിസ്റ്റ് സയൻസ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഈ സയൻസ് ഇനിയും വളർന്നു വരും. എന്തിനു വേണ്ടി? ഞാൻ ചോദിക്കട്ടെ, 1957 സഖാവ് EMS മുഖ്യമന്ത്രിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ മുഖ്യമന്ത്രിയാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? ഒരു കാലം ഞാൻ കരുതിയിട്ടില്ല, ഞാനും കരുതിയിട്ടില്ല. EMS ആവുന്നും കരുതിയിട്ടില്ല. എങ്ങനെ വന്നു? ഇതാണ് ഈ രാജ്യത്തിലെ മാറ്റത്തിന്റെ ചരിത്രം. ഈ ചരിത്രത്തെ ആർക്കും നിഷേധിക്കാനാവില്ല, ഈ ചരിത്രത്തെ ഒടുക്കാനുമാവില്ല. ഇത് മുമ്പോട്ട് പോകും. രാജാവില്ലാത്തൊരു ഭരണകൂടം. 1957 ഏപ്രിൽ മാസം 5-ാം തീയതി EMS അധികാരത്തിൽ വന്നു. നമ്മൾ പ്രതീക്ഷിച്ചിനോ? അന്ന് ഞാൻ കോഴിക്കോട് ജില്ലാ പാർട്ടി സെക്രട്ടറിയാണ്. ജില്ലാ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഞാൻ കോഴിക്കോട്.